അപ്പോൾ നമുക്ക് അടുത്ത പ്രോബ്ലത്തിലോട്ട് പോവാം. ക്വസ്റ്റൻ ആദ്യം തന്നെ ഒന്ന് വായിക്കാം. ദ ആവറേജ് ഏജ് ഓഫ് എ ഫാമിലി ഓഫ് 6 members is 22 years. If the age of the youngest member be 7 years, what was the average age of the family at the birth of youngest member? ഒരു ഫാമിലിയിൽ 6 പേരുണ്ട്. അവർ ആവറേജ് ഏജ് എന്ന് പറയുന്നത് 22 വയസ്സാണ്. ആ കുടുംബത്തിലെ തന്നെ ആ ഫാമിലിയിലെ ഏറ്റവും ഇളയ ആൾക്ക് 7 വയസ്സാണ് പ്രായം. ഇപ്പം നമ്മളോട് ഇവിടെ ചോദിച്ചേക്കുന്നത് ഈ യങ്ങസ്റ്റ് മെമ്പർ ജനിക്കണേക്ക് മുന്നേ അല്ലെങ്കിൽ ആ വ്യക്തി ജനിക്കണ സമയത്ത് ആ ഫാമിലിയുടെ ആവറേജ് ഏജ് എത്രയായിരുന്നു എന്നാണ്. അപ്പോൾ ഇതിൽ തന്നേക്കണ ഹിൻസ് എന്ന് പറയുന്നത് ആ 6 പേരാണ് ഫാമിലിയിലുള്ളത്. അവർ ആവറേജ് ഏജ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ യങ്ങസ്റ്റ് മെമ്പറിൻ്റെ വയസ്സ് നന്നായിട്ടുണ്ട്. ആദ്യം തന്നെ ഇപ്പോഴത്തെ ടോട്ടൽ സം ഓഫ് ഏജസ് കണ്ടുപിടിക്കണം ഈ ഫാമിലിയുടെ. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യുക, മുന്നേ ചെയ്ത മാതിരി ആവറേജ് ഇൻറ്റു ടോട്ടൽ നമ്പർ. ടോട്ടൽ നമ്പർ എത്ര? 6 പേരാണ്, ആവറേജ് 22ആണ്. സോ ടോട്ടൽ സം ഈസ് ഈക്വൽ ടു 22 ഇൻറ്റു 6 വിച്ച് ഈസ് ഈക്വൽ ടു 132 ഇയേഴ്സ്. അപ്പോൾ നമുക്ക് ടോട്ടൽ ഏജ് സം ഓഫ് ഏജസ് ഓഫ് ഫാമിലി ഇപ്പോഴത്തെ ടോട്ടൽ സം ഓഫ് ഏജ് കിട്ടി 132 വർഷം എന്ന് കിട്ടി, 132 വയസ്സെന്ന് കിട്ടി. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് 7 വർഷം മുന്നേ ഈ കുട്ടി ജനിക്കണേക്ക് മുന്നേ അല്ലെങ്കിൽ ആ ജനിക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് വയസ്സില്ല, 0 വയസ്സ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ 7 വർഷം മുന്നേ എത്രയായിരുന്നു ആവറേജ് എന്നുള്ളതാണ്. ഈ 7 വർഷം മുന്നേ ഈ ഫാമിലി ഓരോരുത്തർക്കും 7 വയസ്സ് കുറയും. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര വയസ്സ് കുറയും? 6 ഇൻറ്റു 7 42 വയസ്സ് കുറയും. അപ്പോൾ ഈ 42 വയസ്സ് നമ്മൾ ഈ 132 വയസ്സിൽ നിന്ന് സബ്സ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടാം? 132 മൈനസ് 42 ഈസ് ഈക്വൽ ടു 90 ഇയേഴ്സ്. അപ്പോൾ കുട്ടി ജനിക്കുന്ന സമയത്തുള്ള ടോട്ടൽ സം ഓഫ് ഏജസ് എത്ര? 90 ഇയേഴ്സ് ആണ് ആ ഫാമിലിയിൽ. ഇപ്പോൾ നിലവിൽ ആ കുട്ടി ജനിച്ചിട്ടില്ല നമ്മുടെ ഫാമിലിയിൽ. എത്ര പേരാണ് ഉള്ളത്? 5 പേരേ ഉള്ളൂ. അപ്പോൾ ടോട്ടൽ ആവറേജ് ഏജ് ഓഫ് ദ ഫാമിലി എത്രയായിരിക്കും? ടോട്ടൽ ഏജ് 7 years ago divided by total number of members, which is equal to 90 divided by 5, that's equal to 18 years.